കേരളത്തിന്റെ സമസ്ത മേഖലകളെയും LDF സർക്കാർ തകർത്തതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കരുനാഗപ്പള്ളിയിൽ പുതുയുഗ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ആരും കാണാത്ത സമഗ്രമായ വികസന പദ്ധതികളാണ് UDF ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭീഷ്മമായ പോരാട്ടവേഗം നെഞ്ചുകത്താദാഹിച്ച് കുനിയാത്ത ശിരസ്സും പതനാത്ത മനസ്സും ഇടവാത്ത പാദങ്ങളുമായി കർണാടകയും കേരളയും കൈകോർക്കുള്ള ക്രിയാമാരം വെച്ച പുതിയ യാത്രയാണ് കരുനാഗപ്പള്ളിയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലകളെയും LDF സർക്കാർ തകർത്തതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ നട്ടെല്ലായ സമ്പദ്വ്യവസ്ഥയും തകർത്തു. ആരും കാണാത്ത സമഗ്രമായ വികസന പദ്ധതികൾ UDF ലക്ഷ്യമിടുന്നെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. കരുനാഗപ്പള്ളിയിൽ പുതുയുഗ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങളെ നെഞ്ചിലേക്ക് ഈ പുതുയുഗ യാത്രയുമായി മുന്നോട്ട് പോകുകയാണ്. ജനങ്ങളുടെ ഹൃദയാഭിലാഷം കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടക്കുന്ന ഈ ദുർഭരണം അവസാനിപ്പിച്ച് ഒരു പുതുയുഗ പിറവിയുണ്ടാകണമെന്നാണ് നമ്മുടെ സാർത്ഥക മാതൃക തനിച്ച് സകല മേഖലകളെയും അവരെ തകർത്തു വെളിപ്പെടുത്തി ഒരു നാടിന്റെ ഘടനയിൽ അതിന്റെ നട്ടെല്ല് പറയുന്നത് അതിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. ഞാൻ വളരെ പ്രയാസത്തോടുകൂടി പറയട്ടെ, കേരളത്തിന്റെ നട്ടെല്ല് തകർന്ന ഘട്ടയാണ്. അടുത്ത മാസം കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാമേ, ഒരു സംശയം വേണം. മലയാളികളുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. കടത്തിന്റെ കാണാകയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടിത്താഴ്ത്തിട്ടാണ് പോകുന്നത്. അത് സാധാരണക്കാരന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുക. താലൂക്ക് ആശുപത്രിക്ക് സമീപമായിരുന്നു സ്വീകരണം ഒരുക്കിയത്. 100 കണക്കിന് പ്രവർത്തകർ ചേർന്ന യാത്രയെ കരുനാഗപ്പള്ളിയിലേക്ക് സ്വീകരിച്ചു. NK പ്രേമചന്ദ്രൻ MP, INTUC സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, CR മഹേഷ് MLA, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, തൊടിയൂർ രാമചന്ദ്രൻ, LK ശ്രീദേവി തുടങ്ങി UDFന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.